ഫോം 12D കാത്ത് നിൽക്കുകയാണ് നമ്മുടെ ബിയുമ്മ. ഫോം 12D കിട്ടിയിട്ട് വേണം കക്ഷിക്ക് നമ്മുടെ വോട്ട് ചെയ്യാൻ അല്ലേ. ഒറ്റ വോട്ട് മുടക്കാതെ ചെയ്യുന്ന എൻ്റെ ബൂത്തിലെ സീനിയറായിട്ടുള്ള ഒരു വോട്ടറാണ്. എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും ഒക്കെയുള്ള ഒരു വോട്ടറാണ്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അല്ലേ വല്യമ്മ? അസ്സലാമു അലൈക്കും. വോട്ടിന്റെ സമയമായി, ഇലക്ഷനായി, വോട്ട് ചെയ്യണ്ടേ? നമുക്ക് ഈ കയ്യിലേ വോട്ട് ചെയ്യണ്ടമ്മ, ചെയ്യണ്ടേ? വോട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാല്ലേ? വീട്ടിലിരുന്നിട്ട് ചെയ്യല്ലേ? മാടെ പേരെന്താ? ബീവി, ബിയുമ്മ അല്ലേ? ബിയുമ്മ എന്നല്ലേ പേര്? എന്തൊക്കെയുണ്ട് പെരുന്നാൾ വിശേഷങ്ങള്? എത്രയായി ഇപ്പോ? 27 രാവ് കഴിഞ്ഞില്ലേ? 27 രാവ് കഴിഞ്ഞു. 25 കഴിഞ്ഞിട്ടില്ല. 27 രാവ് കഴിഞ്ഞില്ലടോ, ഇന്നലെ. എന്തൊക്കെയുണ്ട് പിന്നെ വർത്താനം? നല്ല വർത്താനം അല്ലേ? അപ്പൊ ഈ വയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, വയസ്സായ ആൾക്കാരുണ്ടാവില്ലേ, ഓർക്ക് നമ്മൾ എന്ത് ചെയ്യും? പെരേല് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കും. എന്താണ്? വയ്യാത്ത ആൾക്കാർക്ക് നമുക്ക് പെരേല് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കും. അതിന് വന്നതാ. ഉമ്മാടെ പേരുണ്ട്, ബിയുമ്മാടെ പേരുണ്ട്. വീട്ടിൽ വോട്ട് ചെയ്യാട്ടാ. ഓക്കെ അല്ലേ? സിറ്റിസണാ ബിയുമ്മ. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യവും ബിയുമ്മയുടെ അടുത്ത് നിന്ന് തുടങ്ങുക പരിപാടികളൊക്കെ. അത് നമ്മുടെ ഒരു ഐശ്വര്യമാണ്. അല്ലേ ബിയുമ്മ? അല്ലേ വല്യമ്മ? അല്ലേ? ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുക. അപ്പൊ ബിയുമ്മയുടെ അടുത്ത് നമ്മൾ 12D ഫോം 12D, അതായത് നമ്മുടെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം 85+, നമുക്ക് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ പറ്റാത്ത വോട്ടർമാർക്ക് നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ ഫോം 12D പൂരിപ്പിച്ച് കൊടുക്കണം. അപ്പൊ അതിനനുബന്ധിച്ച് അപ്പോൾ നമ്മുടെ വോട്ട് സാമഗ്രികളൊക്കെ ആയിട്ട് പോളിംഗ് ഉദ്യോഗസ്ഥര് വീട്ടിൽ വരും, ഇവരെ വോട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ആരോഗ്യമില്ല, യാത്ര ചെയ്യാൻ വയ്യ എന്നുള്ള ഒരു കാരണങ്ങൾ കൊണ്ട് എന്ത് മുടങ്ങാൻ പാടില്ല? അവരുടെ സമ്മതിദാന അവകാശം മുടങ്ങാൻ പാടില്ല. ഇപ്പൊ ഞങ്ങൾ BLOമാര് ഓരോ വീടുകളിലും വരും, ഇതേപോലുള്ള വല്യമ്മമാരുടെ അടുത്ത് വന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ? വോട്ട് ചെയ്യൂലേ? അതാണ്. അപ്പൊ ബിയുമ്മയുടെ വാക്കുകളാണ് ഇപ്പൊ ഈ കേൾക്കുന്നത്. വയ്ക്കണോടത്തോളം കാലം വോട്ട് ചെയ്യും. കാലം വോട്ട് ചെയ്യും. അതന്നെ.